രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിട്ട് ഇന്ന് അരമാസമാവുകയാണ്. 15 ദിവസം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 എന്നൊക്കെയാണ് പറയുന്നത്. ആ പോലീസ് അദ്ദേഹത്തെ തിരഞ്ഞ് പാഞ്ഞു കീഞ്ഞു നടക്കുകയായിരുന്നു. അന്വേഷിക്കാത്ത ഒരിടം പോലുമില്ല. സാധ്യതയുടെ എല്ലാ സ്ഥലങ്ങളിലും അവർ പോയി. കേരള മഹാരാജ്യത്ത്, പിന്നെ തമിഴ്നാട്ടില്, അത് കഴിഞ്ഞ് കർണാടകയില്, ഇവിടെ എല്ലാം അന്വേഷിച്ചു. പോലീസിന്റെ പതിവ് മുറകളെല്ലാം പരീക്ഷിച്ചു കേട്ടോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിച്ചു എന്ന് കരുതുന്ന ആളുകളെയൊക്കെ പിടിച്ച് കൈകാര്യം ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകളിൽ, വണ്ടിപ്പേട്ടകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അവിടെ എല്ലാം പോലീസുകാരെ കാവൽ നിർത്തി. പിന്നീട് ഏറ്റവും അത്യന്താധുനികമായ മൊബൈൽ ഫോൺ ട്രാക്കിംഗ് അടക്കമുള്ള പരിപാടികൾ പരീക്ഷിച്ചു നോക്കി. ഇതൊന്നും കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ രാഹുലിന്റെ ഒരു ജാതകം സംഘടിപ്പിച്ച് ജ്യോത്സ്യന്മാരെയൊക്കെ കാണിച്ചു. അതൊന്ന് ഗണിച്ചും ഗുണിച്ചും കുറച്ചും നോക്കി. എന്നിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അത് മാത്രമല്ല, കബഡി നിരത്തി, മഷി നോക്കി, താമ്പൂല വിദ്യ പരീക്ഷിച്ചു. ഇതൊക്കെ നോക്കിയിട്ടും ഇയാളെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. ഇതിലൊന്നും അയാളുടെ മുഖം ഒട്ട് തെളിഞ്ഞു വന്നതുമില്ല. ഈ 3 സംസ്ഥാനങ്ങളിലെ ചന്തകളിലെ മാങ്ങാക്കൂടകൾ അത് പൊക്കി നോക്കി. കാരണം ഈ മാങ്കൂട്ടത്തിൽ ഈ മാങ്ങാക്കൂടയുടെ ഇടയിലെങ്ങാനും വന്ന് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കുന്നതിന്. പക്ഷെ ആ മനുഷ്യന്റെ പൊടി പോലും കിട്ടിയില്ല. പോലീസ് ഒരു കേസ് എടുത്തപ്പോൾ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയതാണ്. അയാൾക്ക് കാര്യം അറിയാമായിരുന്നു. ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അയാൾ നേരത്തെ മനസ്സിലാക്കി. പയ്യൻസാണേലും ബുദ്ധിയുള്ള ചക്കരാകട്ടോ. അയാൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. അയാൾ PT കുഞ്ഞുമുഹമ്മദല്ല, അല്ലെങ്കിൽ നടൻ മുകേഷ് അല്ല. അതുകൊണ്ടൊക്കെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും തനിക്ക് ലഭിക്കില്ല എന്ന് രാഹുലിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇനി മുകേഷിനെ ചോദ്യം ചെയ്യണമെങ്കിൽ, അല്ലെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെങ്കിൽ, PT കുഞ്ഞുമുഹമ്മദ് അദ്ദേഹത്തിനെതിരായ പരാതി അന്വേഷിക്കണമെങ്കിൽ, അതൊക്കെ അവർ കൃത്യമായ സമയമൊക്കെ നോക്കിയിട്ട്, ജാതകവും നല്ല നേരവും രാഹുകാലവും ഒക്കെ നോക്കിയിട്ട് ചെയ്യൂ. രാഹുവിന്റെ അപകാരമുള്ള സമയത്തൊന്നും അവരെയൊന്നും തൊട്ട് കളിക്കത്തില്ല കേട്ടോ. പക്ഷെ ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തില് ഇതൊന്നും അല്ലല്ലോ. ഈ അവകാശങ്ങളോ പ്രിവിലേജോ ഒന്നും പുള്ളിക്കാരനില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഉടൻ മുങ്ങുക എന്നുള്ളത്. നിന്ന നിലയിൽ അങ്ങ് അപ്രത്യക്ഷനായി എന്ന് വേണം അദ്ദേഹത്തെ കുറിച്ച് പറയാൻ. നമ്മുടെ ഈ മാന്ത്രികനായ മാന്ത്രികക്ക് അദ്ദേഹം ചിലപ്പോഴേ മാന്ത്രികമായ അംഗവിക്ഷേപങ്ങൾ കാണിക്കും. അപ്പൊ ചിലരൊക്കെ അപ്രത്യക്ഷരാകും. അദ്ദേഹം ചിലരൊക്കെ അപ്രത്യക്ഷരാക്കും. അവരൊക്കെ വീണ്ടും തെളിച്ചത്തിൽ വരണമെങ്കിൽ മാന്ത്രിക തന്നെ വിചാരിക്കണം. അതാണ് അതിന്റെ ഒരു രീതി. എന്ന് പറഞ്ഞ പോലെ രാഹുൽ അങ്ങ് മുങ്ങി. അതിനുശേഷം ഈ പോലീസ് പഠിച്ച പണി 18 നോക്കിയിട്ടും അയാളെ പൊക്കാൻ കഴിഞ്ഞില്ല, പൂട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ്, അതായത് രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടി, ആദ്യത്തെ പീഡന കേസിൽ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പൊങ്ങാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഈ തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ ഇതാ കിട്ടിപ്പോയി എന്ന് വിചാരിച്ചതാണ് നമ്മുടെ കേരള പോലീസ്. ഇനി പൊങ്ങുമല്ലോ. ഇനി എവിടെ വിളിച്ചാലും ജാമ്യം കിട്ടാത്ത സാഹചര്യത്തിൽ അയാള് മാളത്തിൽ നിന്ന് പുറത്തു വരും. അപ്പൊ നേരെ കൈയോടെ പിടിക്കാം എന്നൊക്കെ കരുതിയിരുന്നതാ. പക്ഷെ ഹൈക്കോടതി എന്ത് ചെയ്തു? കുറച്ചു കാലത്തേക്ക് ഈ അറസ്റ്റ് ഒന്ന് തടഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയൊക്കെ അതൊക്കെ ഒന്ന് കഴിയട്ടെ, അതൊക്കെ സാവകാശമാകട്ടെ, എന്നിട്ട് മതി അറസ്റ്റ് എന്ന് ഹൈക്കോടതി അങ്ങ് പറഞ്ഞു. അപ്പൊ ചെറുതായിട്ടൊന്ന് അക്കിടി പറ്റിയതാ. അപ്പൊ ദാ വരുന്നു രണ്ടാമത്തെ പരാതി. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, നമ്മുടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഭാഷയിൽ പറഞ്ഞാല് ഒരു ലീഗൽ ബ്രെയിൻ തയ്യാറാക്കിയ ഒന്നാം തരം കുറ്റമറ്റ ഒരു പരാതി അങ്ങോട്ട് വരികയാണ്. അപ്പൊ അത് വെച്ച് പൂട്ടാം എന്ന് കരുതി. ഈ സാധാരണയിൽ നമ്മള് പ്ലാൻ A, അത് പരാജയപ്പെട്ടാൽ പ്ലാൻ B, പ്ലാൻ C എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ പ്ലാൻ B ആയിട്ടാണ് ഈ ബാംഗ്ലൂരുകാരി പെൺകുട്ടിയുടെ പരാതിയെ പോലീസ് കണ്ടിരുന്നത്. പക്ഷെ കോടതിയിൽ വരുമ്പോഴത്തേക്ക് ഈ പരാതിക്കാരുടെ പേരില്ല, അതിന്റെ വിശദാംശങ്ങളൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു പോലീസ്, അല്ലെങ്കിൽ ഗവൺമെന്റ്? ഈ പോലീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണല്ലോ, സർക്കാരാണല്ലോ, സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി ആണല്ലോ ഈ പോലീസ് എന്ന് പറഞ്ഞത്. അപ്പൊ പോലീസ് എന്ത് ചെയ്തു? ഒരു AIGയെ നേരെ ബാംഗ്ലൂരിലേക്ക് അയച്ചു. അവിടെ ചെന്ന് പെൺകുട്ടിയെ കാണുന്നു, 4 മണിക്കൂറോളം സംസാരിക്കുന്നു, മൊഴിയെടുക്കുന്നു. ആ മൊഴി മിനിറ്റ് വെച്ചിട്ട് ഷടുപൂക്കെന്ന് കോടതിയിൽ എത്തിക്കുന്നു. ഇവിടെ ജാമ്യം കിട്ടുകയില്ലെന്നാണ് പോലീസ് കരുതിയത്. ഇവിടെ വെച്ച് പൂട്ടാം എന്ന് കരുതി. പക്ഷെ എന്ത് ചെയ്യാൻ, സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം നൽകി. അതോടെ ആ പ്ലാനും മുടങ്ങി. അതിനൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടായി കേട്ടോ, അത് പറയാതിരിക്കാൻ മേല. അതായത് 2023 നടന്ന പീഡനമാണ്. ഇപ്പോഴാണ് പരാതി കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് പരാതി ഇത്രയും വൈകിയത്? അത് സംബന്ധിച്ച് KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതിയിൽ, പിന്നീട് FIR-ൽ, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പോയി പെൺകുട്ടിയെ കണ്ട് എടുത്തുകൊണ്ടുവന്ന മൊഴിയിൽ എല്ലാം വൈരുദ്ധ്യങ്ങളാണ്. പരസ്പരം വിരുദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. 2023 നടന്ന ഒരു പീഡനമല്ലയോ
അപ്പൊ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഓർത്തിരിക്കുമോ? മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ മറന്നു പോകാമല്ലോ. ആ ഒരു ആനുകൂല്യം നമ്മുടെ കോടതി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. കോടതി അത് വളരെ പ്രധാനമായിട്ട് കണ്ടു എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. എന്തായാലും രാഹുലിന് ജാമ്യം കിട്ടി. രാഹുലിന്റെ അറസ്റ്റ് പോലീസ് മനഃപൂർവ്വം വൈകിച്ചതാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അവരുടെ പരാതി അതാ. കാരണം അതൊന്ന് കത്തിച്ചു നിർത്തണം. ഈ രണ്ടാം ഘട്ട പോളിംഗ് കൊടുന്ന് കഴിയുന്നത് വരെ അതിനെ ഒന്ന് മൂപ്പിച്ച് നിർത്തിയാൽ അതിൽ ചില രാഷ്ട്രീയ ലാഭങ്ങളുണ്ടെന്ന് സർക്കാർ കണ്ടു. ഈ സർക്കാരിനെ നയിക്കുന്ന ചില ബുദ്ധികേന്ദ്രങ്ങളുണ്ട്. അവരാണ് ഈ പോലീസിന്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. അവർ നോക്കിയപ്പോൾ ഇതിനെ ഒന്ന് മൂപ്പിച്ച് നിർത്തണം. എന്തുകൊണ്ടാ? അപ്പുറത്തതാ ശബരിമല സ്വർണ്ണക്കൊള്ള കിടന്ന് കളിക്കുക. അതങ്ങനെ നീറി പടരുകയാണ്. CPM-ന്റെ 2 പ്രമുഖ നേതാക്കൾ അറസ്റ്റിലായിരിക്കുക. അതിന്റെ അന്വേഷണം മറ്റു ചില കൂടുതൽ പ്രധാനപ്പെട്ട CPM നേതാക്കളിലേക്ക് എത്തും എന്ന് ആ ഒരു സാധ്യത തെളിഞ്ഞിരിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് തദ്ദേശ ഭരണ പ്രചാരണ രംഗത്ത് വന്നിരിക്കുക. അപ്പൊ അതിന്റെ ഒരു ഗൗരവം ഒന്ന് കുറച്ചു കൊണ്ടുവരണം. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അതിന് കിട്ടിയ ഒരു വഴിയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പീഡന പരാതികൾ. അത് വളരെ കൃത്യമായിട്ട് അതങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ. അതിൽ പലർക്കും പങ്കുണ്ട്, മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ അത് വളർത്തിക്കൊണ്ട് വന്ന. അപ്പൊ അത് നിലനിർത്തണമല്ലോ. ഈ രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന ദിവസം വരെയെങ്കിലും നിലനിർത്തണമല്ലോ. അതായിരുന്നു കോൺഗ്രസിന് സംശയം. അതിനൊരു യുക്തിയുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഏതൊരു ഗവൺമെന്റും ഭരിക്കുന്ന ഏതൊരു പാർട്ടിയും അത്തരത്തിലൊക്കെ ചിന്തിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ചില സംഭവവികാസങ്ങൾ, ഒന്ന് ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞു. അത് കഴിഞ്ഞിതാ ഒരു എമണ്ടൻ വിഷയം വന്നില്ലയോ, നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട കേസ്. നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹമാകെ സോഷ്യൽ മീഡിയ എല്ലാവരും അതിന്റെ പുറകെയായിരുന്നല്ലോ. അപ്പോ ഈ 1-2 സംഭവങ്ങൾ വന്നപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് അല്പം ഒരു ഗ്ലാനി തട്ടി. അതിന്റെ ആ ഒരു സാധ്യതകൾ അല്പം ഒന്ന് കുറഞ്ഞു. അത് മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണ കവർച്ച വെറും ഒരു കവർച്ചയല്ലത്. ഏതെങ്കിലും ഒരു ജ്വല്ലറിയിലോ ഏതെങ്കിലും ഒരു ധനവാന്റെ വീട്ടിലോ കയറി സ്വർണം മോഷ്ടിക്കുന്ന പോലെ ഒരു കാര്യമല്ല. ഇത് ഭഗവാന്റെ, അയ്യപ്പ ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാ? അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളാ. CPM-ന്റെ നേതാക്കളടക്കം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം, അവരൊക്കെ ഇതില് പ്രതികളായിട്ട് നിൽക്കുക, അറസ്റ്റിലായിട്ട് ജയിലിൽ കഴിയുക. അപ്പൊ അത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമൊക്കെ CPM-കാർ ഇടതുമുന്നണി കത്തിച്ചു നിർത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അതിന് പോലീസിന്റെ ഒരു സഹായം ഉണ്ടായെങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച സങ്കടവും ദുഃഖവും പ്രതിഷേധവും അങ്ങനെ ജനങ്ങളുടെ ഉള്ളില് മനസ്സില് നീറി പടരുകയായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഏത് വിഷയം വന്നാലും അതിനൊന്നും മറികടക്കാൻ സാധിക്കാത്ത വിധത്തില് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വിശ്വാസികളുടെ മനസ്സിൽ അതങ്ങനെ തറഞ്ഞ് കിടന്നു. അറസ്റ്റ് ഒന്ന് ചവിട്ടി പിടിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏതെങ്കിലും ഉന്നതന്മാര് പറഞ്ഞിട്ടുണ്ടാവും, അതിന് സംശയമില്ല. അതിനുള്ള എല്ലാ ന്യായങ്ങളും നമുക്ക് കാണാനുണ്ട്. പക്ഷേ പോലീസിലെ ഉന്നതന്മാര് ഒരു കാര്യം ഓർക്കണമായിരുന്നു. CPM-ന് ഒരു ചില്ലറ ലാഭം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിന് സഹായമാകും എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ കേരള പോലീസിന്റെ സൽപ്പേര് ഇതുപോലെ പടുകുടിയിലാക്കുന്നതിന് കൂട്ടുനിൽക്കണമായിരുന്നോ എന്നുള്ളത്. കേരള പോലീസ് പറഞ്ഞല്ലോ ഏറ്റവും നല്ല പോലീസ് എന്നാ പറയുന്നത്. പിന്നെ കേരള ഗവൺമെന്റിന് എല്ലാ കാര്യങ്ങളിലും നമ്പർ 1. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനമുണ്ട്. ആരോഗ്യമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ക്രമസമാധാനമാണെങ്കിലും പോലീസിംഗ് ആണെങ്കിലും എല്ലാം നമ്പർ 1 നമ്മുടെ കേരളം. അപ്പൊ പിന്നെ പോലീസും നമ്പർ 1 ആയിരിക്കുമല്ലോ. പക്ഷേ പോലീസിനെ നയിക്കുന്ന ആളുകൾ ഇതുമൂലം രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് പാർട്ടിയുടെ പിന്തുണയില്ല, മറ്റേതെങ്കിലും സംവിധാനം അയാളെ സഹായിക്കാനില്ല, ഒറ്റയ്ക്കൊരു വ്യക്തി, അയാൾ പെട്ടെന്ന് മുങ്ങി. അയാൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടല്ലോ, വിമാനത്താവളത്തിലൊക്കെ ലുക്കൌട്ട് നോട്ടീസൊക്കെ കൊടുത്തതാണല്ലോ. അയാളുടെ സഞ്ചാരത്തിന് അങ്ങനെ ചില തടസ്സങ്ങളൊക്കെ ഏർപ്പെടുത്തിയാണല്ലോ സർക്കാർ. എന്നിട്ടും എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല? ഒരു സാധാ ചെറുപ്പക്കാരൻ, MLA ആണെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകതകളൊന്നും ആ മനുഷ്യൻ ഇപ്പോഴില്ല. അയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല? കേരളത്തിലെ ജനങ്ങൾ ചോദിക്കില്ലേ? ഞങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങളെ എങ്ങനെയാണ് ഏൽപ്പിക്കുക? നിങ്ങൾക്കത് എങ്ങനെയാണ് നിർവഹിക്കാൻ സാധിക്കുക എന്ന് ജനങ്ങൾ ചിന്തിക്കുകയോ? അങ്ങനെ അവർക്കൊരു തോന്നൽ വരത്തില്ലയോ? ചേടാ, ഒരു പ്രമാദമായ കേസില്, സ്ത്രീയുടെ മാനം നഷ്ടപ്പെട്ട ഒരു കേസില്, സ്ത്രീ സുരക്ഷയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു പരാതിയില് അതിലെ കുറ്റക്കാരനെ പ്രതിയെ
15 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലീസിനെ കുറിച്ചല്ലയോ ജനങ്ങള് ചിന്തിക്കുക? അതിന്റെ കഴിവുകളെ കുറിച്ച് അല്ലെങ്കിൽ കഴിവുകേടുകളെ കുറിച്ചല്ലയോ ജനങ്ങൾ ഓർക്കുക? അതെന്താണ് ഈ പോലീസിന്റെ ഉന്നത തലപ്പത്തിരിക്കുന്നവർ ആലോചിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സർക്കാരില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിങ്ങാണ്, ക്രമസമാധാനമാണ്. ഒരു സർക്കാരിന്റെ എഫിഷ്യൻസി, കഴിവ്, മിടുക്ക്, സാമർഥ്യമൊക്കെ നമ്മൾ കണക്കാക്കുന്നത് പോലീസിങ്ങിലെ അല്ലെങ്കിൽ പോലീസിന്റെ പ്രവർത്തനത്തിലെ മികവും കൂടി പരിഗണിച്ച ഇവിടെ ഒരു സാധാ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പോലീസ് മികച്ചതാണെന്ന് പറയുക? ജനങ്ങൾ എങ്ങനെ പറയും? ബൈബിളിൽ ഒരു വാചകമുണ്ട്, നിങ്ങൾ എല്ലാം നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ പ്രയോജനമെന്ന് എന്ന് പറഞ്ഞതുപോലെ വേറെ എല്ലാ വകുപ്പുകളിലും ഒന്നാം നമ്പറായാലും പോലീസിംഗിൽ, ക്രമസമാധാനത്തിൽ, കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ അല്ലെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു പോലീസ് പരാജയപ്പെട്ടാൽ പിന്നെ എന്താണ്, എന്ത് നേട്ടത്തിന്റെ പേരിലാണ് ഒരു സർക്കാരിന് അഭിമാനിക്കാൻ കഴിയുക അല്ലെങ്കിൽ അഹങ്കരിക്കാൻ കഴിയുക? ആ ദുഃഖസത്യം പോലീസ് ഓർത്തില്ല. പോലീസ് ഓർക്കാതിരുന്നാണോ അതോ പോലീസിന്റെ പക്ക കഴിവുകേടാണോ? അതാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെ സമാനമായ മറ്റു പല വിഷയങ്ങളിലും CPM-ന്റെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് എടുക്കുന്ന ചില നടപടികൾ അവർക്ക് മാനക്കേട് ഉണ്ടാക്കുന്നതാണെന്ന് മറക്കരുത്. ഇപ്പൊ തന്നെ ഈ സ്വർണ്ണ കവർച്ച ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടന്നുകൊണ്ടിരുന്ന ഒരു അന്വേഷണമാണ്. പക്ഷെ 6 ആഴ്ചത്തേക്ക് സമയം നീട്ടിക്കൊടുത്തു. അപ്പോഴത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ രീതി അങ്ങ് മാറി, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദങ്ങൾ മുറുകി. എത്ര കാലമായി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട്? അതിനുശേഷം എന്തെങ്കിലും ഒരു പുരോഗതി അന്വേഷണത്തിൽ വന്നിട്ടുണ്ടോ? പത്മകുമാർ തന്നെ CPM-ലെ മറ്റു ചില പ്രമുഖരെ കുറിച്ച് മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വാർത്തകൾ. എന്നിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? പ്രതിപ്പട്ടികയിലുള്ള ആളുകൾ തന്നെ അവിടെ നിൽക്കുക, അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ല. കാരണം ഈ അന്വേഷണം തന്നെ മുന്നോട്ട് പോകണ്ട, തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ, വോട്ടിംഗ് കഴിയുന്നതുവരെ, അതായിരുന്നു CPM-ന്റെ തീരുമാനം. അതനുസരിച്ചാണോ ഈ അന്വേഷണ സംഘം പ്രവർത്തിച്ചത് എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതിന്റെയൊക്കെ സർട്ടിഫൈഡ് കോപ്പികൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കൊല്ലം വിജിലൻസ് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു. അതിനെ നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം എതിർത്തിരിക്കുക. എന്തിനാണ് എതിർക്കുന്നത്? ED എന്താ നോക്കുന്നത്? ഇവിടെ പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നാണ് അവരന്വേഷിക്കുന്നത്. അവരത് അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന് എന്താണ് എതിർപ്പ്, പ്രതിഷേധം? ഒറ്റ പ്രതിഷേധമേ ഉള്ളൂ. കാരണമെങ്കിൽ EDക്ക് വേണമെങ്കിൽ പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്യാം, അതിന്റെ പേരിൽ ചിലരെ അറസ്റ്റ് ചെയ്യാം, പ്രതികളെന്ന് അവർക്ക് തോന്നുന്നവരെ അറസ്റ്റ് ചെയ്യാം. അത് സംഭവിക്കാൻ പാടില്ല. നമ്മുടെ പോലീസിന് അന്വേഷണം നടന്നാൽ മതി, അതങ്ങനെ നടക്കട്ടെ. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മിണ്ടാതിരിക്കട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതനുസരിച്ചാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം മന്ദീഭവിപ്പിക്കേണ്ടി വന്നത്. PT കുഞ്ഞുമുഹമ്മദ് CPM-ന്റെ ഒരു സഹയാത്രികനാണ്, അവിടെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിനെതിരായിട്ടൊരു പരാതി വന്നു. എന്താണ് മറ്റു കേസുകളിൽ കാണുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകളിലൊക്കെ കണ്ട ആവേശം അല്ലെങ്കിൽ വേഗത, സ്പീഡ്, ഇത് കാണാത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കിട്ടിയിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണത് പോലീസിന് കൈമാറുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുവരെ പരാതിക്കാരുടെ മൊഴിയെടുത്തിട്ടില്ല. രഹസ്യ മൊഴിയെടുക്കാൻ കോടതിയിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ പരാതിയില് കുറ്റക്കാരനായിട്ട് പറയുന്ന ആളിനെ, PT കുഞ്ഞുമുഹമ്മദിനെ ഒന്ന് ചോദ്യം ചെയ്യണ്ടേ? അതെന്താണ് പോലീസിന് കഴിയുന്നില്ല? അപ്പൊ അതാ പറഞ്ഞത്, കുഞ്ഞുമുഹമ്മദിനൊരു നീതി, മുകേഷിനൊരു നീതി, P ശശിക്കും PK ശശിക്കും ഒരു നീതി, രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റൊരു നീതി. ഇത് പറയുമ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒട്ടും ന്യായീകരിക്കുന്നില്ല. അയാൾ ചെയ്ത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇനിയും അന്വേഷണത്തിലും കോടതി നടപടികളിലും തെളിയേണ്ടതാ. ഉണ്ടെങ്കിൽ തക്കതായ ശിക്ഷ ആ ചെറുപ്പക്കാരന് നൽകുക തന്നെ വേണം. പക്ഷെ പോലീസിന്റെ, ഗവൺമെന്റിന്റെ ഇത്തരം കാര്യങ്ങളിലുള്ള വേറുകൃത്യം, ഇരട്ടത്താപ്പ്, 2 സമീപനം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് നമ്മൾ ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടലിന്റെ കാര്യത്തിൽ ഇതുവരെ അറസ്റ്റ് നടന്നിട്ടില്ല, ഇന്ന് ഏതായാലും നടക്കത്തില്ല. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയിൽ എന്തെങ്കിലും മാറ്റം വരണം, അല്ലെങ്കിൽ അയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കണം. പക്ഷേ ഇപ്പോൾ പോലീസ് ആശ്രയിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യത്തിന്റെ ചില ഉപാധികളിന്മേലാണ്. 2 ആഴ്ച കൂടുമ്പം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ ഹാജരാകണം. അതനുസരിച്ച് ഈ തിങ്കളാഴ്ച അയാൾ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ വരണം. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത 22-ാം തീയതി അന്ന് വരണം. അപ്പൊ കയറി പിടിക്കാന്ന് വിചാരിച്ചിരിക്കുക.
മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിതാ നമ്മുടെ മടയിലേക്ക് കയറി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ നമുക്ക് അറസ്റ്റ് ചെയ്ത് നമ്മുടെ കേരള പോലീസിന്റെ ശൗര്യം കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഇനി അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അന്വേഷണ സംഘത്തിന് എപ്പോൾ വേണമെങ്കിൽ ഇയാളെ വിളിച്ചു വരുത്താം എന്നൊരു വകുപ്പ് മുൻകൂർ ജാമ്യത്തിന്റെ ഉത്തരവിലുണ്ട്. അതനുസരിച്ച് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാം. അതാണ് ഇപ്പൊ കേരള പോലീസ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നാണക്കേടായത്! ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് തിണ്ണമിടുക്ക് എന്നാണ് പറയുന്നത്.